എന്ത് കുറ്റം ചെയ്തിരുന്നാലും അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും നമ്മൾ ലൈഫ് കോച്ച് ആദ്യം വന്നിട്ട് നമ്മളൊക്കെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞുതരും. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, ഇനി ഇങ്ങനെ ചെയ്യരുത്. സ്കൂളിൽ കയറുന്ന സമയത്ത് ആദ്യം ഞാൻ കുറച്ചൊന്നും ആരോടിക്കാൻ മിണ്ടൂല, സംസാരിക്കൂല. എന്ന് വെച്ചാൽ എനിക്കൊരു മടിയായിരുന്നു. ബിക്കോസ് പെട്ടെന്നൊരു ചേഞ്ചിൽ നിന്ന് ഒരു വലിയൊരു ചേഞ്ചിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ ഒരു മടിയാണ്. പക്ഷെ ലൈഫ് കോച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തി. ഇപ്പൊ അവിടുത്തെ നമ്മളെ ടീച്ചർ ആയിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും എല്ലാവർക്കും ലൈഫ് കോച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ അവരെ പരിചയപ്പെടുത്തി തന്നെ. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഇന്നൾക്ക് ഇതാണ് കുട്ടികള്, ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ ലൈഫ് കോച്ച് എനിക്ക് എന്റെ ഒരു കരിയർ മൊത്തം ഈസി ആക്കി തന്നെ എനിക്ക്. പിന്നെ ലൈഫ് കോച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കുറ്റം ചെയ്തായിരുന്നാലും ഞാനിപ്പോ അവിടെ ആദ്യം വന്നതിന് സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലെന്ന്, എങ്ങനെ സ്കൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എങ്ങനെ കളിക്കുന്നു അതേമാതിരി അവിടെ കളിച്ചിരുന്നത്. അപ്പൊ പിന്നെ ലൈഫ് കോച്ച് വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, എടാ ഇന്ന എനിക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഔട്ട്കം ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈഫ് കോച്ച് കണ്ടോടെ നമ്മൾ എന്ത് ചെയ്യുന്ന കണ്ടോടെ പാരന്റ്സിനെ വിളിച്ച് പറയില്ല, നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇന്ന കണക്ക് ചെയ്യണം, ഇതാണ് നല്ലത്, ഇങ്ങനെ പോയാൽ നേർവഴിയായി പോകാൻ പറ്റും എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ